ഹലോ മക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ അവസാന കുറച്ച് ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അവസാന കുറച്ച് ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇതാ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. അതായത് ഇപ്പോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നമുക്ക് തന്നു. ഈ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇപ്പോൾ സൾഫറോ നൈട്രജനോ ഹാലജനോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ ആ സാധനം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് ക്വാളിറ്റി. ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് ക്വാളിറ്റേറ്റീവ്. എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ഓക്കെ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ അതിന്റെ അളവ് അളക്കണം. നമുക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ട്, ഇപ്പോൾ സൾഫർ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, ഹാലജൻ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, ഇങ്ങനെ ഓരോന്നും എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്ന് അളക്കുന്ന ഒരു മെത്തേഡാണ് ഇത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും ആളുകളാണ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ ഇത്രയും ആളുകൾ നമുക്ക് പഠിക്കണം. ഒന്ന്, എസ്റ്റിമേഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നമുക്ക് എന്താ കഴിഞ്ഞാൽ അതിൽ കാർബൺ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, ഹൈഡ്രജൻ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, അതാണ് ഫസ്റ്റ്. കാർബണിന്റെയും ഹൈഡ്രജന്റെയും പെർസെൻറ്റേജ്. അടുത്തത് എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ശ്രദ്ധിക്കുക, നൈട്രജൻ രണ്ട് മെത്തേഡിലുണ്ട് കേട്ടോ. നൈട്രജനെ നമുക്ക് രണ്ട് മെത്തേഡിൽ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അതിലൊന്നാണ് ഡ്യൂമാസ് മെത്തേഡ്. ഒന്നിന്റെ പേരെന്താ, ഡ്യൂമ. മറ്റേതെന്താണ്, ജെൽഡാൽസ് മെത്തേഡ്. എന്താണ് ജെൽഡാൽസ്? ഇത് പിന്നെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. കൂടുതലും ഇത് എന്ത് ചെയ്യാറില്ല, ഈ ഒരു ഭാഗത്ത് ചോദിക്കാറില്ല. ഡ്യൂമാസ് മെത്തേഡ് മാത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. എന്താ പഠിക്കേണ്ടത്, ഇതൊരു സാധനം പഠിച്ചു വെക്കണം. അത് എന്താ പഠിക്കുന്നത് നമുക്ക് പറയാം. അടുത്തതാണ് എസ്റ്റിമേഷൻ ഓഫ് ഏതാണ്, ഓക്കെ, എസ്റ്റിമേഷൻ ഓഫ് ഫോസ്ഫറസ്, സൾഫർ, ഓക്സിജൻ. ഇതില് എസ്റ്റിമേഷൻ ഓഫ് സൾഫറും കൂടിയാണ് ഇമ്പോർട്ടന്റ്. ഈ 4 ഇമ്പോർട്ടന്റ്. ബാക്കിയുള്ള 2 എന്താണ്, നമുക്ക് പഠിച്ചു വെക്കണം, പക്ഷെ അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഓക്കെ, സെറ്റ് ആക്കാൻ പോവാണ്. എന്നാൽ ശ്രദ്ധിച്ചോളൂ, ഓരോ മെത്തേഡുകളും ശ്രദ്ധിക്കുക. ഓരോ ഇക്വേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആ ഇക്വേഷൻസ് അതുപോലെ തന്നെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് സംഭവം. ഓക്കെ, ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എസ്റ്റിമേഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ എന്ന് പറയുന്ന സംഭവമാണ് പറയാൻ പോകുന്നത്. നോക്കി നിങ്ങൾ, ആദ്യം നമുക്കൊരു ഓർഗാനിക് കോമ്പൗണ്ട് തരും. ആ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഇത് കണ്ടോ നിങ്ങൾ, ആ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ എമൗണ്ട്, മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mg ആണ്. ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസ് എന്ന് പറഞ്ഞാൽ mg ആണ്. ഓക്കെ, ഇനി അടുത്തത് മാസ് ഓഫ് വാട്ടറിന്റെ മാസ് എത്രയാണ്, ഇത്രയാണ്. അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡിന്റെ മാസ് എത്രയാണ്. ഇപ്പൊ ശ്രദ്ധിക്കാം, നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഓക്സിഡേഷൻ വിധേയമാക്കാണ്, കത്തിക്കുക. ഓക്കെ, ഓക്സിഡേഷൻ വിധേയമാക്കുമ്പോൾ നമുക്കറിയാം അതിലുള്ള കാർബണൊക്കെ, ആ ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള കാർബണൊക്കെ എന്തായി മാറും, കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറും. അതിലുള്ള ഹൈഡ്രജനൊക്കെ എന്തായിട്ട് മാറും, വാട്ടർ ആയിട്ട് മാറും. എന്നിട്ട് ഈ ഉണ്ടാവുന്ന വാട്ടറിന്റെയും കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വെച്ചിട്ടാണ് നമ്മൾ ഇതിലുള്ള എസ്റ്റിമേഷൻ ഓഫ് കാർബൺ ഹൈഡ്രജൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കും. ഈ ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള ഹൈഡ്രജന്റെയും കാർബണിന്റെയും എണ്ണാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ കാർബൺ എണ്ണം ആദ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഈ ഓർഗാനിക് കോമ്പൗണ്ട് എന്ത് ചെയ്യും, O2 ആയിട്ട് അവിടെ ട്രീറ്റ് ചെയ്യും. O2 ആയിട്ട് അവിടെ കത്തിക്കും. ഓക്കെ, ഓക്സിജനുമായിട്ട് കത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവും നമുക്ക് കിട്ടുന്ന H2O അളവും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിലുള്ള കാർബണിന്റെ ഹൈഡ്രജനെയും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കി. നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന H2O വെച്ചിട്ടാണ് നമ്മൾ ഹൈഡ്രജനെ അളക്കാൻ പോകുന്നത്. ഓക്കെ, H2O വെച്ചിട്ടാണ് ഹൈഡ്രജൻ അളക്കാൻ പോകുന്നത്. അടുത്തത് CO2 വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ കാർബൺ അളക്കാൻ പോകുന്നത്. അപ്പൊ ഇനി ശ്രദ്ധിക്കുക, എങ്ങനെയാണ് കണ്ടോ, പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ എങ്ങനെ അളക്കുന്നു. ആദ്യം നമുക്കറിയാം ഹൈഡ്രജൻ H2 ആയിട്ട് നിൽക്കുക. H2ന്റെ Hന്റെ മാസ് 1. അപ്പൊ H2ന്റെ മോളിക്കുലർ മാസ് എത്രയാണ്, 2 ആണ് അല്ലെ. അപ്പൊ മുകളിൽ കണ്ടു നിങ്ങൾ H2 എന്ന് കൊടുത്തു, ഡിവൈഡ് ബൈ 18 കണ്ടില്ലേ. 18 എന്ന് പറഞ്ഞാൽ ആരുടെ മോളിക്കുലർ മാസാ, ഈ H2Oന്റെ മോളിക്കുലർ മാസ്. കാരണം H2O അല്ലേ അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ H2Oന്റെ മോളിക്കുലർ മാസ്. അപ്പൊ ആദ്യം ഹൈഡ്രജൻ H2ന്റെ മോളിക്കുലർ മാസ് ഡിവൈഡ് ബൈ ഹൈഡ്രജന്റെ മോളിക്കുലർ മാസ് എത്രയാണ്, 18 എന്ന് എടുത്തു. എന്നിട്ട് എന്താ, മുകളിൽ ആര് മാസ, നമുക്ക് ഇവിടെ കിട്ടുന്ന H2O ഉണ്ടല്ലോ, ഇത് കത്തിക്കുമ്പോൾ കിട്ടുന്ന H2Oന്റെ അളവുണ്ടല്ലോ, അതിന്റെ മാസാണ് മുകളിൽ കൊടുക്കേണ്ടത്, മാസ് ഓഫ് H2O. അടുത്തത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഉണ്ടല്ലോ, ആ കോമ്പൗണ്ടിന് മാസ് ഉണ്ടാവില്ലേ, ആ മാസാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. ഇൻറ്റു 100% ആയതുകൊണ്ട് ഇൻറ്റു 100. അപ്പൊ ഇതാണ് അടിച്ചത്. ഇപ്പൊ നമുക്കൊരു ഓർഗാനിക് കോമ്പൗണ്ട് തന്നു, എത്ര മാസാ, ഒരു 10 മാസമുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് തന്നു വിചാരിക്കാം.
സപ്പോസ് ഒരു 10 മാസമുള്ള ഓർഗാനിക് കോമ്പൗണ്ട് തന്നു വിചാരിക്കാം. സപ്പോസ് നമ്മൾ വിചാരിക്കുകയാണ് ഈ ഒരു 10 ഗ്രാം ഉള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നമുക്ക് തന്നത്. അത് ഓക്സിജനുമായിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ നമുക്കൊരു 2 ഗ്രാം H2O ഉണ്ടായി എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ ഈക്വേഷൻ എഴുതേണ്ടത്? ആദ്യം ഹൈഡ്രജന്റെ മോളിക്കുലർ മാസ് എത്രയാ? 2 ഡിവൈഡ് ബൈ H2O മോളിക്കുലർ മാസ് എത്രയാ? 18. ഇതിൽ ഇങ്ങനെ എന്ത് ചെയ്യണം? 2 ഗ്രാം അല്ല നമുക്ക് H2O കിട്ടിയത്. അപ്പൊ 2 H2O 2 ഡിവൈഡ് ബൈ കോമ്പൗണ്ട് എത്ര കിട്ടിയത്? 10 ഇൻറ്റു 100 ചെയ്താൽ മതി. ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്തായി? ആൻസർ ആയി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഈ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇനി അതുപോലെ തന്നെ ഇനിയിപ്പോ നോക്കിയത്, ഇനിയിപ്പോ നമ്മളോട് ചോദിക്കുകയാണ് ഇതാ H2O പോലെ തന്നെ നമ്മളോട് ചോദിക്കുകയാണ് ഇതാ കാർബണിന്റെ കണ്ടുപിടിക്കാൻ. കണ്ടോ, ആദ്യം കാർബണിന്റെ മോളിക്കുലർ മാസ്, മുകളിൽ കാർബണിന്റെ മോളിക്കുലർ മാസ് 12 ആണ് ഡിവൈഡ് ബൈ CO2 കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലർ മാസ് എത്രയാ? സിന്റേത് 12ഉം ഇതിൻ്റെത് 16 ആണ്. 16 ആകുമ്പോൾ 32 ആവും. 32 + 12 അറിയുമ്പോൾ എത്രയായിരിക്കും? 44 ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് ചെയ്തിട്ട് 44 ചെയ്തു. എന്നിട്ട് ഇവിടെ കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവാണ് MCO2, മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡ് ബൈ മാസ് ഓഫ് കോമ്പൗണ്ട് ഇൻറ്റു 100. അവിടെ H2O ആയിരുന്നു, ഇവിടെ എന്താണ്? CO2 ആണ്. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും എസ്റ്റിമേഷൻ അല്ല, ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്കൊരു കോമ്പൗണ്ട് തരും, എന്നിട്ട് നമ്മൾ അതിനെ ഓക്സിജനുമായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വെച്ചിട്ട് കാർബണിന്റെ എണ്ണം കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ H2O അളവ് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം? നമ്മുടെ ഹൈഡ്രജന്റെ എണ്ണം കണ്ടുപിടിക്കാം. എങ്ങനെ ചെയ്യേണ്ടത്? ആദ്യം നമ്മള് H2 മോളിക്കുലർ മാസ് 2 ഡിവൈഡ് ബൈ, കണ്ടോ H2 മോളിക്കുലർ മാസ് 2 ആണ്, അത് ഡിവൈഡ് ബൈ H2 × 2 ഡിവൈഡ് ബൈ 18. ആരതാണ്? H2O അല്ല അവിടെ ഉണ്ടാവുന്ന H2 മോളിക്കുലർ മാസ് ഇൻറ്റു, എന്നിട്ട് മുകളിൽ ആരെ കൊടുക്കണം? ഇവിടെ അടിയിലല്ലേ. അപ്പോ കിട്ടുന്ന എത്രയാണോ മോളിക്കുലർ മാസ്, H2 എത്ര ഇതാണോ കിട്ടുന്നത് അതിന്റെ അളവ്. H2 ഒരു 10 ഗ്രാം കിട്ടുന്നെങ്കിൽ 10 ഗ്രാം, 20 ഗ്രാം കിട്ടുന്നെങ്കിൽ 20 ഗ്രാം. എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ? ഓക്സിജനുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ. അടുത്തത് നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട്, നമുക്കൊരു തരുന്ന കോമ്പൗണ്ട് ഉണ്ടല്ലോ, ആ കോമ്പൗണ്ട് മാസാണ് അടിയിൽ. അതുപോലെ തന്നെ ഒറ്റ മാറ്റമുള്ളൂ, ഇവിടെ കാർബൺ ആവും, ഇവിടെ എന്താവും? CO2 ആവും. ഇവിടെ എന്ത് ചെയ്യും? മാസ് ഓഫ് CO2 ആവും. അപ്പോ നമുക്കൊരാളെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം, നമുക്കൊരാളെ കണ്ടുപിടിക്കണം, കാർബണി ഹൈഡ്രജനെയും കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിനാദ്യം എന്ത് ചെയ്യണം? ഓക്സിജനുമായിട്ട് ട്രീറ്റ് ചെയ്യണം. എന്നിട്ട് ആ കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കാർബൺ എണ്ണം കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ H2 വെച്ചിട്ട് എന്ത് ചെയ്യാം? ഹൈഡ്രജൻ എണ്ണം കണ്ടുപിടിക്കാം. ഇതാണ് മെത്തേഡ്. ഓക്കെ, ഫസ്റ്റ് കാർബണും ഹൈഡ്രജനും കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. നെക്സ്റ്റ് നൈട്രജൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. രണ്ടാമത്തെ മെത്തേഡ് ഏതാ മക്കളെ? നൈട്രജൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട്, ഡ്യൂമാസ് മെത്തേഡും ജെൻഡൽസ് മെത്തേഡും. അതിൽ ഡ്യൂമാസ് മെത്തേഡ് മാത്രമാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ജെൻഡൽസ് മെത്തേഡ് ഒരു കാര്യം മാത്രം പഠിച്ചു വെച്ചാൽ മതി. എന്താ അറിയോ? ശ്രദ്ധിക്കാം, ഇനി നമ്മൾ പറയാൻ പോവാണ്, ശ്രദ്ധിച്ചു. ഓക്കെ, ഓർഗാനിക് കോമ്പൗണ്ട് കോപ്പർ ഓക്സൈഡ്. ആദ്യം നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്? കോപ്പർ ഓക്സൈഡ് വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. കോപ്പർ ഓക്സൈഡ് വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? in an atmosphere of carbon dioxide, so free nitrogen is formed. നൈട്രജൻ ഉണ്ടാവും അല്ലെ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ പ്രൊഡ്യൂസ് അല്ലെ, ഈ 3 കാര്യങ്ങളാണ് ഉണ്ടാവുക. ശ്രദ്ധിക്കുക, ഓർഗാനിക് കോമ്പൗണ്ട്, ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നമുക്ക് തന്നു. ആ ഓർഗാനിക് കോമ്പൗണ്ട് എന്ത് ചെയ്യാണ്? കോപ്പർ ഓക്സൈഡ് ആയിട്ട് എന്ത് ചെയ്യാണ്? ട്രീറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് എന്തോ കിട്ടും? നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ്, ഒന്നെങ്കിൽ ഫ്രീ നൈട്രജൻ കിട്ടും, N2 കിട്ടും. അതേപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് കിട്ടും, അതുപോലെ തന്നെ വാട്ടർ കിട്ടും. ഇതിൽ കിട്ടുന്ന പൊട്ടാസ്യം, അതായത് മിക്സ്ചർ ഓഫ് ഗ്യാസസ് ഈസ് കളക്റ്റഡ് ഓവർ ആൻ അക്വസ് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വിച്ച് അബ്സോർബ് കാർബൺ ഡയോക്സൈഡ്. എന്ത് ചെയ്യാണ്? ഇതിനെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് KOH ട്രീറ്റ് ചെയ്യുമ്പോൾ ഇതിലുണ്ടാവുന്ന ഈ കാർബൺ ഡയോക്സൈഡ് ഒക്കെ അത് പോയിക്കോളും. വാട്ടർ പിന്നെ അടിയിൽ ഇങ്ങനെ കിടക്കുള്ളൂ. അപ്പൊ നൈട്രജൻ മാത്രം നമുക്ക് കിട്ടൂലേ. ഇപ്പൊ നമ്മളൊരു പാത്രം എടുത്തു, ആ പാത്രത്തിൽ നമുക്ക് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ആ ഓർഗാനിക് കോമ്പൗണ്ട് ഉള്ളിലേക്ക് നമ്മൾ കോപ്പർ ഓക്സൈഡ് ചേർത്തു. കോപ്പർ ഓക്സൈഡ് ചേർത്തപ്പോൾ അതിലുണ്ടായതൊക്കെ നൈട്രജന്റെ ഗ്യാസ് ഉണ്ടായി, CO2 ഉണ്ടായി, അതുപോലെ തന്നെ H2O ഉണ്ടായി. H2O അതിന്റെ അടിയിൽ അങ്ങനെ കിടക്കും, അത് പ്രശ്നമില്ല. ഒരു പാത്രത്തിൽ കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ അങ്ങനെ കിടക്കും, H2O അതിന്റെ അടിയിൽ അങ്ങനെ കിടക്കും. മോളിക്ക് വരുന്ന 2 ആളുകളുള്ളൂ, ഒന്ന് CO2 കാർബൺ ഡയോക്സൈഡ്, ഒന്ന് N2 നൈട്രജൻ. കാർബൺ ഡയോക്സൈഡ് നമുക്ക് N2 അല്ലേ വേണ്ടത്, നൈട്രജന്റെ അളവല്ലേ കിട്ടുന്നത്. അപ്പൊ N2 മാത്രം കിട്ടണം. അതുകൊണ്ട് കാർബൺ ഡയോക്സൈഡ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടേക്ക് ചേർക്കുന്ന സാധനമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അതിൻ്റെ ഉള്ളിലേക്ക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ചേർക്കും.
ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്തോളും, കാർബൺ ഡൈ ഓക്സൈഡിന് ആ ചങ്ങായി കൊണ്ടുപോയിക്കോളും. ബാക്കിയുള്ള N2 മാത്രം നമുക്ക് കിട്ടും. ഓക്കെ, ഇതിൽ എന്ത് ചെയ്യുന്നു, പാർട്ട് ഓഫ് ദി ഗ്രാജുവേറ്റ് ട്യൂബ്, അതിനുള്ളിൽ എന്ത് ചെയ്യുന്നു, N2 മാത്രം എടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുകയാണ്, അതിന്റെ പെർസെൻറ്റേജ്, എത്ര പെർസെൻറ്റേജ് നൈട്രജൻ ഉണ്ട് N2 വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, N2 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ പെർസെൻറ്റേജ് എന്ത് ചെയ്യാൻ പോവാണ്, കണ്ടുപിടിക്കാൻ പോവാണ്. ഇതാ ശ്രദ്ധിച്ചോളൂ. എങ്ങനെ കണ്ടുപിടിക്കുന്നു, ആദ്യം ദാ ഓക്കെ കണ്ടുപിടിക്കാൻ പോവാണ്. ഫസ്റ്റ് 28 അല്ലെ, N2 ആണ്. N2ന്റെ മോളിക്കുലർ മാസ് ആണ് എത്രയാ, 28 ആയിട്ട് വരുന്നത്. N2ന്റെ മോളിക്കുലർ മാസ് എത്രയാണ്, 14 ആണ്. Nന്റെ മോളിക്കുലർ മാസ് അതെന്താവും, N2 ആവുമ്പോൾ 14 + 14 എന്തായിരിക്കും മാറും, 28 ആയിട്ട് മാറും. ഇനി ഇവിടുത്തെ STPയിലുള്ള വോളിയമാണ് നമുക്കറിയാം. STPയിലുള്ള വോളിയം എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ ആണ്. അതിന് മില്ലി ലിറ്ററിക്ക് മാറ്റുമ്പോൾ 1000 കൂടി വരും. അതാണ് ഈ 22,400 മില്ലി ലിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്, പിന്നെ മുകളിൽ ഈ കിട്ടുന്ന ഇതിന്റെ വോളിയം, എത്ര വോളിയം ഉണ്ട് എന്നുള്ളത് അത് മുകളിൽ മാസ് അടിയിൽ, അതിന്റെ മാസ് അടിയിൽ, കോമ്പൗണ്ടിന്റെ മാസ് അടിയിൽ. ഇങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, 28 ഡിവൈഡ് ബൈ 22400, അതായത് അതിന്റെ വോളിയം. ഇവിടെ N2 ഗ്യാസ് അല്ലേ കിട്ടുന്നത്, ആ N2 ഗ്യാസിന്റെ എന്താണ് മോളിക്കുലർ മാസ് ആണ് മുകളിൽ, അടിയിൽ അതിന്റെ വോളിയം. ഓക്കെ, അവിടെ കിട്ടുന്ന STPയിലെ വോളിയം. അതുപോലെ തന്നെ ഇവിടെ വോളിയം ആയതുകൊണ്ട് മുകളിൽ വോളിയം ആയിരിക്കും, STPയിലുള്ള വോളിയം മുകളിൽ, ഇവിടെ മാസ് ആയതുകൊണ്ട് ഇവിടെ കിട്ടുന്ന മാസ് ആയിരിക്കും. ഓക്കെ, കോമ്പൗണ്ടിന്റെ മാസ് ആയിരിക്കും. ഓക്കെ, ഇതാണ് സംഭവം. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി എന്നറിയോ, ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, വേറെ സംഭവം ഒന്നും വേണമെന്നില്ല. ഓക്കെ, ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാന്ന് മാത്രം, വേറെ ഒന്നും വേണമെന്നില്ല. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് നൈട്രജൻ ആണ് ചെയ്യുന്നെങ്കിൽ നൈട്രജൻ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം കോപ്പർ ഓക്സൈഡുമായിട്ട് എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. കോപ്പർ ഓക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 സാധനങ്ങളാണ് കിട്ടുക. ഏതൊക്കെയാണ്, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും, 3 കാര്യങ്ങൾ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ കിട്ടും. വാട്ടർ അതിന്റെ അടിയിൽ തന്നെ തോന്നും. കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും മുകളിലേക്ക് വരും. അതിന് കാർബൺ ഡൈ ഓക്സൈഡിനെ ഒഴിവാക്കാമെങ്കിൽ നൈട്രജനെ മാത്രം കിട്ടുന്നത്, കാരണം അളക്കുന്ന നൈട്രജനെയാണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ചേർത്തിട്ട് അതിൽ നിന്ന് ഒഴിവാക്കി കളയും. അത് CO2 കൊണ്ടുപോയിക്കോളും. ബാക്കിയുള്ള സാധനം വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട്, ഇത് വോളിയം, മാസ്, ഇതെന്താ 28, അതുപോലെ തന്നെ അതിന്റെ മോളിക്കുലർ മാസ്, STPയിലുള്ള വോളിയം, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, വോളിയം ശ്രദ്ധിക്കാം, മാസും ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്തത് ഹാലജൻസും ഇതുപോലെ തന്നെയാണ്. ജസ്റ്റ് ആ ഒരു മെത്തേഡ് മാത്രം എന്ത് വയ്ക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുന്നു, ഹീറ്റഡ് വിത്ത് ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ്, ദ പ്രസൻസ് ഓഫ് സിൽവർ നൈട്രേറ്റ്. സിൽവർ നൈട്രേറ്റിന്റെ പ്രസൻസിൽ നൈട്രിക് ആസിഡ് HNO3 ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, HNO3 ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും, എന്നിട്ട് നമുക്ക് ഒരു ഹാർഡ് ഗ്ലാസ് ട്യൂബിലേക്ക് എന്ത് ചെയ്യുന്നു, കാരിയസ് ട്യൂബ് അല്ലെ, അതൊന്നും കാണുന്നില്ല, അത് ഒരു ട്യൂബിന്റെ ഉള്ളിലാണ് റിയാക്ഷൻ നടക്കുക. അതിന്റെ പേരാണ് കാരിയസ് ട്യൂബ് എന്ന് പറയുന്നത് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും, കാർബൺ ഹൈഡ്രജൻ പ്രസന്റ് കോമൺ ആക്സോഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ. കാർബൺ ഹൈഡ്രജൻ അങ്ങനെ പോയിക്കോളും, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിട്ട് പോയിക്കോളും. അതിന്റെ അളവ് വെച്ചിട്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്, കാർബണിന്റെ അളവും അതുപോലെ തന്നെ ഹൈഡ്രജന്റെ അളവും കണ്ടുപിടിച്ച നേരത്തെ. പക്ഷേ ഇവിടെ ഹാലജൻ എന്ത് ചെയ്യും, അതിലുള്ള ഹാലജൻ ഒക്കെ എന്ത് ചെയ്യും, സിൽവറുമായിട്ട് ചേർന്ന് സിൽവർ ഹാലൈഡ് ആയിട്ട് മാറും. സിൽവറുമായി ചേർന്ന് സിൽവർ ഹാലൈഡ് ആയിട്ട് മാറും. ഓക്കെ, ആദ്യം നമ്മൾ ഹാലജൻ ഉള്ള ഒരു കോമ്പൗണ്ട്, ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ എടുക്കും. ആ ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നത്, നമ്മൾ ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ് എന്ന് ഫ്യൂം ചെയ്യുന്ന, അല്ലെങ്കിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന നൈട്രിക് ആസിഡും അതുപോലെ തന്നെ സിൽവർ നൈട്രേറ്റും ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ 3 സാധനങ്ങൾ ഉണ്ടാവും. ഏതൊക്കെയാ, ഈ സാധനം ഉണ്ട്, സിൽവർ ഹാലൈഡ് ഒന്നുണ്ടാവും, അടുത്തത് HCO2 ഉണ്ടാവും, H2O ഉണ്ടാവും. ഈ 3 സാധനങ്ങൾ ഉണ്ടാവും. അത് നമുക്ക് വേണ്ടത് ഏതാ, AgCl, AgX ആണ്. X എന്ന് പറഞ്ഞാൽ ഹാലജൻ, ഏതും ആവാം. നമ്മളവിടെയുള്ള ബ്രോമിൻ ആണെങ്കിൽ ഇവിടെ എന്താവാം, AgBr ആവാം. അവിടെയുള്ള ഹാലജൻ അയഡിൻ ആണെങ്കിൽ എന്താവാം, JgI ആവാം. ഇനി അവിടെയുള്ള ക്ലോറിൻ ആണെങ്കിൽ എന്താവാം, AgCl ആവാം. അങ്ങനെ ഏതും ആവാം കേട്ടോ. ഇന്നതെന്നില്ല, നമ്മൾ അവിടെ എടുക്കുന്നത് ഏതാണോ അതിനനുസരിച്ച് മാറും. എല്ലാ ഹാലജനും ആകുമ്പോഴും AG ആ ഹാലജനുമാണ് വരിക കേട്ടോ. ഇതെന്ത് ചെയ്യുക, ആ കിട്ടുന്ന സാധനത്തിനെ അരിച്ചെടുക്കുക, കഴുകുക, ഉണക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ വെയിറ്റ് നോക്കുക. അതാണ് പറഞ്ഞത്, ഫിൽറ്റേർഡ്, വാഷ്ഡ്, ഡ്രൈഡ് ആൻഡ് വെയിറ്റ് നോക്കുക. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് വരുന്നത്. ഇത് ഓരോരുത്തരുടെ ഇക്വേഷനാണ് ഇത് വെച്ചിട്ടുള്ള സംഭവം കേട്ടോ. ഇനി ഇവിടെ ക്ലോറിൻ ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്നത് AgCl ആയിരിക്കും.
ബ്രോമിൻ ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എന്തായിരിക്കും AgBr ആയിരിക്കും. അയോഡിൻ ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എന്തായിരിക്കും AgI ആയിരിക്കും. ഓക്കെ, ആരാണോ അവിടെ ഉണ്ടാകുന്നത് നൈട്രിക് ആസിഡും അതുപോലെ തന്നെ സിൽവർ നൈട്രേറ്റുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ ക്ലോറിൻ ആണെന്നുണ്ടെങ്കിൽ AgCl, ഈ ബ്രോമിൻ ആണെങ്കിൽ AgBr, അതാണെങ്കിൽ AgI. ഏതാണോ അവിടെ ഉള്ളത് കോമ്പൗണ്ട് അതിനനുസരിച്ച് മാറും. ഇനി എന്താ നമ്മൾ ക്ലോറിന്റെ മോളിക്കുലർ മാസ്, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ ഇക്വേഷൻ എല്ലാത്തിനും ഒരുപോലെയാണ്, വ്യത്യാസമൊന്നുമില്ല. നോക്കി നിങ്ങൾ, ക്ലോറിന്റെ മോളിക്കുലർ മാസ് മോള്, ഇവിടെ ബ്രോമിൻ അല്ലേ ബ്രോമിന്റെ മോളിക്കുലർ മാസ് മോള്, അയോഡിൻ അല്ലേ അയോഡിന്റെ മോളിക്കുലർ മാസ് മോള്, ഓരോന്നിന്റെയും മോളിക്കുലർ മാസ് ആണ് കൊടുത്തുള്ളത്. ഓക്കെ, 35.5 ക്ലോറിന്റെ മോളിക്കുലർ മാസ് ആണ്, 80 മറ്റേതാണ് ഇതാണ്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തുള്ളത് ഈ അടിയിൽ കൊടുത്തുള്ള മോളിക്കുലർ മാസ് AgCl ആണ്, AgCl ന്റെ മോളിക്കുലർ മാസ് ആണ് ആ കൊടുത്തിട്ടുള്ളത്. ഇവിടെ 188 എന്ന് പറഞ്ഞാൽ AgBr, അവിടെ ഉണ്ടാവുന്ന കോമ്പൗണ്ട് മോളിക്കുലർ മാസ്. ഇവിടെ 235 എന്ന് പറഞ്ഞാൽ എന്താ AgI ന്റെ മോളിക്കുലർ മാസ്. ഇനി എന്ത് ചെയ്യണം, ഇവിടെ ഉണ്ടാവുന്ന മോളിക്കുലർ മാസ് ഇപ്പോൾ സെറ്റ് ആക്കി വെച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ എത്ര AgCl ഉണ്ടാവുന്നു അതിന്റെ മാസ്, അവിടെ ഉണ്ടാവുന്ന AgCl ന്റെ മാസ്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ AgBr ന്റെ മാസ്, ഇവിടെ എന്താണ് AgCl ന്റെ മാസ്. അതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടല്ലോ, ആ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസ് അടിയിൽ നമ്മൾ ഇവിടെയൊക്കെ ചെയ്ത് തന്നെ. ഇവിടെ നോക്കിയാൽ ആദ്യം H2 ന്റെ മോളിക്കുലർ മാസ്, അടിയിൽ അവിടെ ഉണ്ടാവുന്ന H2O ന്റെ മോളിക്കുലർ മാസ്, എന്നിട്ട് മുകളിൽ H2O എത്ര കിട്ടി അതിന്റെ മാസ് ഡിവൈഡ് ബൈ ഓർഗാനിക് കോമ്പൗണ്ട് എത്ര എടുത്തു അതിന്റെ മോളിക്കുലർ മാസ്. ഇവിടെ അതുപോലെ തന്നെ. ഇവിടെ എന്താ വ്യത്യാസം, മുകളിൽ Cl ആണ്, Cl ന്റെ മോളിക്കുലർ മാസ്, അടിയിൽ എന്താണ് AgCl ന്റെ മോളിക്കുലർ മാസ് ഇൻറ്റു MagCl ന്റെ മോളിക്കുലർ മാസ് മുകളിൽ, മോളിക്കുലർ മാസ് അല്ല അതിന് കിട്ടുന്ന മാസ് മുകളിൽ, ഇവിടെ എന്താണ് കോമ്പൗണ്ട് മാസ് അടിയിൽ. ഇത്രയോ സെറ്റ്, ഇത്രയും ആണ് സംഭവം. ഇക്വേഷൻസ് പഠിച്ചു വെക്കുക, ഇവിടെ ഈ വാല്യൂസ് മാത്രം പഠിച്ചു വെക്കുക, വേറെ ഒന്നും അവിടെ പഠിക്കാനില്ല, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ബ്രോമിൻ ആണെങ്കിൽ AgBr ന്റെ മാസ്, ക്ലോറിൻ ആണെങ്കിൽ AgCl ന്റെ മാസ്, അയോഡിൻ ആണെങ്കിൽ AgI ന്റെ മാസ്. ഇത്രയേ ഉള്ളൂ. അവിടെ ഉണ്ടാവുന്ന കോമ്പൗണ്ട് ആണ്, ഇതാണ് കാരിയസ് മെത്തേഡ് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്, ഹാലജന്റെ എസ്റ്റിമേഷൻ. ഓക്കെ, ഇനി എസ്റ്റിമേഷൻ ഓഫ് സൾഫർ ആണ്. സൾഫറും ഇതുപോലെ തന്നെ. ഇനി ഇതിൽ ഒരു സാധനം ശ്രദ്ധിക്കണം, നമ്മൾ ഡ്യൂമാസ് മെത്തേഡും അതുപോലെ തന്നെ ഡ്യൂമാസ് മെത്തേഡ് പറഞ്ഞപ്പോൾ ഒരു സാധനം നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ഡ്യൂമാസ് മെത്തേഡിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട സാധനം, അവിടെ ഉണ്ടാവുന്ന ഏതാണ് N2 ഗ്യാസ് ആണ് അല്ലെ. ഇവിടെ ഉണ്ടാവുന്നത് N2 ഗ്യാസ് ആണ്, നൈട്രജന്റെ ഫ്രീ ഗ്യാസ് ആണ് ഉണ്ടാവുന്നത്. ജെൽഡൻസ് മെത്തേഡിൽ ഒരു കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി, അവിടെ ഈ നൈട്രജന് പകരം ഉണ്ടാവുന്ന ഏതാണ് അമോണിയാണ്, NH3 ആണ് നൈട്രജന് പകരം ഉണ്ടാവുന്നത്. അപ്പൊ ജെൽഡൻസ് ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഏതാണ് അമോണിയാണ്. അമോണിയ വെച്ചിട്ടാണ് നൈട്രജന്റെ അളവ് അളക്കുന്നത്. ഇവിടെ ഫ്രീ നൈട്രജൻ N2 വെച്ചിട്ടാണ് നൈട്രജനെ അളക്കുന്നത്. ഡ്യൂമാസിൽ N2ഉം ജെൽഡൻസിൽ എന്താണ് NH3യുമാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അടുത്ത സൾഫർ. സൾഫറിന്റെ മെത്തേഡ് അറിയപ്പെടുന്നത് കാരിയസ് മെത്തേഡ് തന്നെയാണ് അല്ലെ. എന്താണ് ഓർഗാനിക് കോമോഡിറ്റി വിത്ത് കാരിയസ് ടു വിത്ത് സോഡിയം പെറോക്സൈഡോ ഫ്യൂമിംഗ് നൈട്രിക് ആസിഡോ, ഒന്നെങ്കിൽ സോഡിയം പെറോക്സൈഡോ അല്ലെങ്കിൽ ഫ്യൂമിംഗ് നൈട്രിക് ആസിഡോ വെച്ചിട്ട് അതിനെ ഹീറ്റ് ചെയ്യാം. അപ്പൊ എന്തൊരു സൾഫർ പ്രസന്റ് കോമ്പൗണ്ട് ഓക്സിജൻ സൾഫ്യൂരിക് ആസിഡ്, അത് എന്തായിട്ട് മാറും സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറും. അതിനുള്ള സൾഫർ ഒക്കെ എന്തായിട്ട് മാറും സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറും. ദെൻ പ്രസിപ്പിറ്റേറ്റ് ബേരിയം സൾഫേറ്റ് ബൈ ആഡിങ് എക്സസ് ബേരിയം ക്ലോറൈഡ്. അതൊക്കെ ഒരു ബേരിയം ക്ലോറൈഡ് എന്നിട്ട് ആഡ് ചെയ്യാം. ഇതുണ്ടായ സൾഫ്യൂരിക് ആസിഡ് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് ബേരിയം സൾഫേറ്റ് ആയിട്ട് മാറും, BaSO4 ആയിട്ട് മാറും. ഓക്കെ, എന്നിട്ട് ഈ BaSO4ന്റെ അമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ആരെ കണക്കാക്കാൻ പോകുന്നത്, സൾഫർ എത്രത്തോളം ഉണ്ട് എന്ന് കണക്കാക്കാൻ പോകുന്നത്. ഓക്കെ, അതാണ് സംഭവം. ഓക്കെ, ഒന്നുകൂടി പറയാം. അതായത് ആദ്യം നമ്മൾ നമുക്കൊരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്. ഈ ഓർഗാനിക് കോമ്പൗണ്ടിൽ എത്ര സൾഫർ ഉണ്ട് നമുക്ക് മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യും, അതിനെ സോഡിയം പെറോക്സൈഡ് ആയിട്ടോ HNO3 നൈട്രിക് ആസിഡ് ആയിട്ടോ ട്രീറ്റ് ചെയ്യും. അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സൾഫ്യൂരിക് ആസിഡ് കിട്ടും. ഈ സൾഫ്യൂരിക് ആസിഡിനെ ബേരിയം ക്ലോറൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബേരിയം സൾഫേറ്റ് കിട്ടും. എന്നിട്ട് ഈ ബേരിയം സൾഫേറ്റിനെ എന്ത് ചെയ്യുന്നു, ഫിൽട്ടർ ചെയ്യുന്നു, വാഷ് ചെയ്യുന്നു, ഡ്രൈ ചെയ്യുന്നു, വെറ്റ് ചെയ്യുന്നു, അരിക്കുന്നു, കഴുകുന്നു, ഉണക്കുന്നു, എന്നിട്ട് അതിന്റെ വെയിറ്റ് നോക്കുന്നു. അങ്ങനെയാണ് നമ്മൾ എന്തിന്റെ അളവ് നോക്കുന്നത്, സൾഫറിന്റെ അളവ് മനസ്സിലാക്കുന്നത്. ഓക്കെ, പെർസെന്റേജ് ഓഫ് സൾഫർ എങ്ങനെ കാണാം, മുകളിൽ കണ്ടോ സൾഫറിന്റെ മോളിക്കുലർ മാസ്, അടിയിൽ കണ്ടോ ഈ ബേരിയം BaSO4 ബേരിയം സൾഫേറ്റിന്റെ മോളിക്കുലർ മാസ് ആണ് അടിയിൽ കൊടുത്തത് BaSO4. എന്നിട്ട് കിട്ടുന്ന BaSO4ന്റെ മാസ് മുകളിൽ, എടുക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് മാസ് അടിയിലും ഇൻറ്റു 100ഉം. ഇത്രയേ ഉള്ളൂ. എല്ലാത്തിലും ഒരുപോലെ തന്നെ, മെത്തേഡുകൾ അങ്ങോട്ടും മാറുന്നുള്ളൂ, പക്ഷെ ആ എടുക്കുന്ന സാധനങ്ങളൊക്കെ സെയിം ഒരുപോലെ തന്നെ. ഓക്കെ, ആദ്യം മുകളിൽ നോക്കി, മുകളിൽ കണ്ടോ അല്ലെ, മുകളില് ഈ എസിന്റെ മോളിക്കുലർ മാസ്, അടുത്തത്
2233 എന്ന് പറഞ്ഞ ബേരിയം സൾഫേറ്റിന്റെ മോളിക്കുലർ മാസ് ആണ്. അത് പഠിച്ചു വെക്കട്ടോ, അത് പഠിക്കാനത് വേറെ നിവൃത്തിയില്ല. ബേരിയം സൾഫേറ്റിന്റെ അടുത്തത് മോളില് ഇതിന് കിട്ടിയിരിക്കുന്ന മോളിക്കുലർ മാസ് കോമ്പൗണ്ട് മാസ് ഇൻറ്റു 100. ഇവിടെ ഒക്കെ അതുപോലെ തന്നെയാണ്, എല്ലായിടത്തും അതുപോലെ തന്നെയാണ്. ഇതുപോലെ ഇവിടെ ഒരു STP വോളിയം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൂടി ഉണ്ട്. ഇവിടെ കിട്ടുന്നതിന്റെ വോളിയം, ഇവിടെ ഇതിന്റെ വോളിയം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൂടി ഉണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് എസ്റ്റിമേഷൻ ഓഫ് ഫോസ്ഫറസ്. ഫോസ്ഫറസ് അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല, എന്നാൽ ജസ്റ്റ് ഒന്ന് പറയാം, ശ്രദ്ധിച്ചോളൂ. ഓർഗാനിക് കോമ്പൗണ്ട് എന്ത് ചെയ്യുന്നു? ഹീറ്റർ വിത്ത് ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ് ചേഞ്ചസ് ടു ഫോസ്ഫോറിക് ആസിഡ്. നേരത്തെ ഉള്ള പോലെ തന്നെ നൈട്രിക് ആസിഡ് ആയിടുമ്പോൾ ഫോസ്ഫോറിക് ആസിഡ് ആവും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിൽ അമോണിയം മൊളിബ്ഡിനേറ്റ് ആഡ് ചെയ്യാം. മൊളിബ്ഡേറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അമോണിയം ഫോസ്ഫോ മൊളിബ്ഡേറ്റ് ആയിട്ട് മാറും. അമോണിയം ഫോസ്ഫോ മൊളിബ്ഡേറ്റ് ആയിട്ട് മാറും. ഓക്കെ, അത് ഉപയോഗിച്ചിട്ടാണ്, അമോണിയം ഫോസ്ഫോ മൊളിബ്ഡേറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തിന്റെ അളവ് കണ്ടുപിടിക്കുന്നത്? ഫോസ്ഫറസിന്റെ അളവ് കണ്ടുപിടിക്കുന്നത്. ആദ്യം നമ്മൾ ഫോസ്ഫറസിൽ ഒരു കോമ്പൗണ്ട് എടുത്തു, അതിന് നൈട്രിക് ആസിഡ് ആയിട്ട് മാറുമ്പോൾ ഫോസ്ഫോറിക് ആസിഡ് ആവും. എന്നിട്ട് ഈ ഫോസ്ഫോറിക് ആസിഡ് അമോണിയം മൊളിബ്ഡേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അത് അമോണിയം ഫോസ്ഫോ മൊളിബ്ഡേറ്റ് ആയിട്ട് മാറും. എന്നിട്ട് അതിന് വെച്ചിട്ട് ഇതാണ് കണ്ടോ, മുകളില് അതിന്റെ മോളിക്കുലർ മാസ് ആവും. ഏതിന്റെ? ഫോസ്ഫറസിന്റെ മോളിക്കുലർ മാസ്. അടുത്തത് 18777. അത് എന്തിന്റെയാണ്? അമോണിയം ഫോസ്ഫോ മൊളിബ്ഡേറ്റിന്റെ മോളിക്കുലർ മാസ് ആണ് 1877. ഈ M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ടാവുന്ന സാധനത്തിന് എത്രത്തോളം ഉണ്ട്, എത്ര മാസമാണ് ഈ സാധനം ഉണ്ടാവുന്നത്, അതാണ് M1. ഓക്കെ, വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഉണ്ടാവുന്ന ഓർഗാനിക് കോമ്പൗണ്ടിന്റെ വെയിറ്റ് ആണ് കൊടുത്തുള്ളത് W. ഓക്കെ, ഇൻറ്റു പെർസെൻറ്റേജ്, ഇൻറ്റു 100 ഉണ്ട്, ഇൻറ്റു പെർസെൻറ്റേജ്. ഓക്കെ, ഇത് ഇൻറ്റു ആണ് കേട്ടോ, ഇതൊക്കെ ഇൻറ്റു ആണ്, X അല്ല, ഇൻറ്റു ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം അല്ലെ. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ആദ്യം നമ്മുടെ എന്ത് ചെയ്തു? ഇത്രേ ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് ശ്രദ്ധിക്കുക, ഇത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ഫോസ്ഫറസിന്റെ മോളിക്കുലർ മാസ് 31 ഇൻറ്റു മാസ് ഓഫ് ഈ സാധനം അമോണിയം മോളിബ്ഡേറ്റ് കേട്ടോ, അമോണിയം മോളിബ്ഡേറ്റ്. അത് എഴുതാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് M1 കിട്ടുന്നത് കേട്ടോ. ഈ ഉണ്ടാവുന്ന സാധനത്തിന്റെ മാസ് ഇൻറ്റു ഡിവൈഡ് ബൈ ഒരു സാധനം, ഇതിന്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 1877 ഇൻറ്റു വെയിറ്റ്, അതായത് ഈ ഓർഗാനിക് കോമ്പൗണ്ട് വെയിറ്റ്, മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ടിന്റെ വെയിറ്റ് ഇൻറ്റു 100 ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? ഫോസ്ഫറസിന് കിട്ടും. ഇനി ഓക്സിജന്റെയും കിട്ടും. ഓക്സിജന്റെ പിന്നെ അത്ര ഇമ്പോർട്ടന്റ് അല്ല, നമ്മളെ പെർസെന്റേജ് കാണാൻ ഓക്സിജന്റെ മാത്രം കാണുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാത്തിന്റെ പെർസെന്റേജും പാടെ കൂട്ടാം. ബാക്കി അതിൽ ആരൊക്കെ ഉണ്ട് അതിന്റെ ഒക്കെ പെർസെന്റേജ് കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? 100 മൈനസ് ചെയ്യുക. അപ്പൊ ബാക്കിയുള്ള ഓക്സിജന്റെ പെർസെന്റേജ് കിട്ടും. ഓക്കെ അല്ല, അപ്പോൾ ഓക്സിജന്റെ മാത്രം പെർസെന്റേജ് കാണാൻ നമുക്ക് വഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള എല്ലാത്തിന്റെ പെർസെന്റേജ് കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? 100 മൈനസ് ചെയ്യുക. അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ശ്രദ്ധിക്കുക. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, പറഞ്ഞുതരാം. നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ മൊത്തം 6 മെത്തേഡ്സ് ആണുള്ളത്. അതിലൊന്ന് നമ്മുടെ ഈ ഒരു എസ്റ്റിമേഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. അതിനെന്താ നമ്മൾ ചെയ്യുന്നത്? ഓക്സിജനുമായിട്ട് ട്രീറ്റ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വെച്ചിട്ട് കാർബൺ എണ്ണവും കിട്ടുന്ന H2 വെച്ചിട്ട് ഇതിന്റെ എണ്ണവും കണ്ടുപിടിക്കുക. അടുത്തത് നൈട്രജൻ ആണ്. ഡ്യൂമാസ് മെത്തേഡും ജെൽഡിസ് മെത്തേഡും ഉണ്ട്. അതിന് നമ്മൾ ഇത്രയും റിയാക്ഷൻസ് ചെയ്തിട്ട് അല്ലെ, കോപ്പർ ഓക്സൈഡും ഒക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതിന് കിട്ടുന്ന ഫ്രീ നൈട്രജൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഫ്രീ നൈട്രജന്റെ മോളിക്കുലർ മാസ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഇതാണ് ഫ്രീ നൈട്രജന്റെ മോളിക്കുലർ മാസ്. അതുപോലെ തന്നെ ഇത് അതിന്റെ STPയിലുള്ള വോളിയം 22,400 ലിറ്റർ അല്ല, മില്ലി ലിറ്റർ. പിന്നെ അതുപോലെ തന്നെ അതിൽ കിട്ടുന്ന STPയിലുള്ള വോളിയം ഡിവൈഡ് ബൈ മാസ്, കോമ്പൗണ്ടിന്റെ മാസ്. അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഇത് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ആലജൻസ് പറഞ്ഞു. ആലജൻസിൽ 3 മെത്തേഡ്സ് പറഞ്ഞു. സൾഫറിന്റെ കാര്യങ്ങളും പറഞ്ഞു, ഫോസ്ഫറസ് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് നമുക്ക് ചെയ്യണം. നോക്കിയാൽ ഈ ഓർഗാനിക് കോമ്പൗണ്ട് ശ്രദ്ധിച്ചിരിക്കണം. ഈ ഒരു ഭാഗം ഓക്കെ, ഇതൊന്ന് എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിരിക്കണം. ഓൺ ദ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 0.026 ഗ്രാം ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. അപ്പൊ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസ് അവിടെ കിട്ടിയിട്ടുണ്ട്. മാസ് ഓഫ് കോമ്പൗണ്ട് നമുക്ക് കിട്ടിയിട്ടില്ലേ? മാസ് ഓഫ് കോമ്പൗണ്ട് ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസ് കിട്ടി എത്രയാണ്? 0.246 ഗ്രാം. ഓക്കെ, അടുത്തത് കോമ്പൗണ്ട് ഗേവ് 0.196 ഓഫ് CO2. CO2ന്റെ മാസ് കിട്ടിയിട്ടുണ്ട്. മാസ് ഓഫ് CO2 എത്രയാണ്? 0.1014 അല്ലെ, 0.04.
അതുപോലെ തന്നെ സോറി 19 അല്ലേ, മാറിപ്പോയി. (0.198). അതുപോലെ തന്നെ മാസ് ഓഫ് H2O കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ. H2O is equal to 0.1014 അല്ലേ, ഒക്കെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് പെർസെൻറ്റേജ് കോമ്പിനേഷൻ ഓഫ് കാർബൺ ഹൈഡ്രജൻ ചോദിക്കണം. കാർബണിന്റെ ഹൈഡ്രജന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. കാർബൺ ഇത് അല്ലേ. ഈ മാസ് ഓഫ് H2O എത്രയാണ്? പോയിന്റ് അല്ലേ, ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കാൻ പോവാ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ കേട്ടോ. 2/18 ഇൻറ്റു അല്ലേ, മാസ് ഓഫ് H2O എത്രയാണ്? 0.1014 ഡിവൈഡ് ബൈ മാസ് ഓഫ് കോമ്പൗണ്ട് എത്രയാണ്? 0.246 ഇൻറ്റു 100 കേട്ടോ. ഒരു 100 കൂടി ഇടാൻ ചെയ്യാം. അതുപോലെ 12 ഡിവൈഡ് ബൈ 44 ഇൻറ്റു എത്രയാണ് കണ്ടോ? ഡിവൈഡ് ബൈ 0.246 ഇൻറ്റു 100. ആൻസർ കിട്ടും കണ്ടോ. നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇതാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ ചെയ്തിരിക്കുന്നു. കാർബൺ